നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാലാവധി കഴിഞ്ഞ ലേണിംഗ് ലൈസൻസ് എങ്ങനെ പുതുക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മുടെ സാരഥി പരിവാഹന്റെ വെബ്സൈറ്റ് എടുക്കുക. അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മുടെ സാരഥിയുടെ ഹോം പേജിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ലേണേഴ്സ് ലൈസൻസ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് എക്സ്പയർഡ് ലേണേഴ്സ് ലൈസൻസ് ഇഷ്യൂ അഗെയിൻ എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. തുടർന്ന് കാണുന്ന ബോക്സിൽ നമുക്ക് ലേണേഴ്സ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാം. തുടർന്ന് കാണുന്ന ക്യാപ്ച ഐ ഡി കൂടി എൻ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ പേര് ഡീറ്റെയിൽസ് അവിടെ കാണാം. അതിനുശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്കൊരു ക്യാപ്ച ഐ ഡി എൻ്റർ ചെയ്യാൻ വരും. ആ ക്യാപ്ച ഐ ഡി എൻ്റർ ചെയ്തതിനു ശേഷം ജനറേറ്റ് OTP എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP എൻ്റർ ചെയ്യുക. തുടർന്ന് കാണുന്ന ക്യാപ്ച ഐ ഡി കൂടി എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാം. പേര്, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് എല്ലാം കാണാം. അടുത്തത് നമുക്ക് RTO സെലക്ട് ചെയ്ത് കൊടുക്കാം. RTO സെലക്ട് ചെയ്തതിനു ശേഷം താഴോട്ട് വരിക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ വണ്ടിയാണ് നമുക്ക് ലേണേഴ്സ് ലൈസൻസ് പുതുക്കാനുള്ളത് അത് സെലക്ട് ചെയ്യാം. തുടർന്ന് കാണുന്ന ഡിക്ലറേഷൻ ഫോം വേണ്ട വിധം ഫിൽ ചെയ്ത് കൊടുക്കാം. തുടർന്ന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു എറർ മെസ്സേജ് വരുന്നത് കാണാം, എൻ്റർ പിൻകോഡ് ഇൻ പ്രസന്റ് അഡ്രസ് എന്നുള്ളത്. തുടർന്ന് നമ്മൾ RTO സെലക്ട് ചെയ്യാൻ നോക്കിയാൽ അതിന് കഴിയില്ല. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് പിൻകോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് RTO സെലക്ട് ചെയ്യാൻ നോക്കിയാൽ അതിന് കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ RTO ഓഫീസ് ഏതാണോ ആ RTO ഓഫീസ് വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കാം. RTO സെലക്ട് ചെയ്തതിനു ശേഷം താഴോട്ട് വരിക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രസന്റ് അഡ്രസ് എന്നുള്ള ഭാഗത്തിൽ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. തുടർന്ന് വീണ്ടും താഴേക്ക് വന്നതിന് ശേഷം ഡിക്ലറേഷൻ ഫോം ഒന്നുകൂടി ഫിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡിക്ലറേഷൻ ഫിൽ ചെയ്തതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലേണേഴ്സ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ ആവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാം. തുടർന്ന് നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തതിനു ശേഷം ഫീസ് അടച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്.